വനത്തിനുള്ളിൽ താമസിക്കുന്ന കുറച്ച് കൂട്ടുകാരുള്ളത് കാരണം ചിലപ്പോഴൊക്കെ തികച്ചും അപ്രതീക്ഷിതമായി അവരുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ അവസരം കിട്ടാറുണ്ട്. ഉൾവനത്തിലാണ് അവരുടെ വീടുകൾ. കുറച്ചു ദൂരം ബൈക്കിലും പിന്നെ കാൽനടയായും ഒക്കെയാണ് അവിടെ എത്തിച്ചേരേണ്ടത്. ഇത്തവണ അവിടെ ചെന്നിട്ട് ഔട്ട്ഡോറിൽ എവിടെയെങ്കിലും വെച്ച് അവരോടൊപ്പം ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിരുന്നു തീരുമാനം. അവിടെ എത്തുമ്പോൾ അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിൽ നിന്നും വിറക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കല്ലുകൾ കൂട്ടി അടുപ്പുണ്ടാക്കി തീ കത്തിച്ച് അതിനു മീതെ വെള്ളം നിറച്ച ഒരു പാത്രം വെച്ചു. അതിനുശേഷം മരച്ചീനി തോൽ പൊളിച്ച് വൃത്തിയാക്കി ആ പാത്രത്തിലേക്കിട്ടു. അല്പസമയത്തിനകം തന്നെ മരച്ചീനി വെന്ത് പാകമായി. അടുത്തതായി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന അയലമീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അയല വറുത്തെടുക്കുകയും ചെയ്തു. ഇതൊക്കെ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരും ചെയ്തത്. ഇനിയാണ് അവരുടേതായ രീതിയിലെ തലക്കറി പാചകം ചെയ്യൽ. അതിനായി വെട്ടിക്കൊണ്ടുവന്ന ഒരു ചൂരമീനിൻ്റെ തല നന്നായി കഴുകിയെടുത്തു. അതുകഴിഞ്ഞ് പച്ചമുളകും ഉടങ്കൊല്ലി മുളകും തക്കാളിയും മുരിങ്ങയ്ക്കായും അരിഞ്ഞെടുക്കാൻ തുടങ്ങി. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അല്പസമയം കഴിഞ്ഞ് അതിലേക്ക് പച്ചമുളകും ഉടൻകൊല്ലി മുളകും തക്കാളിയും മുരിങ്ങയ്ക്കായും അരിഞ്ഞെടുത്തത് ചേർത്തു. അതങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അവിടെയെല്ലാം ഉടൻകൊല്ലി മുളകിൻ്റെ എരിവ് നിറഞ്ഞ ഗന്ധം. അല്പസമയത്തിനകം അത് ഏകദേശം വെന്തു കുഴയുന്ന രീതിയിൽ ആയി. അപ്പോൾ അതിലേക്ക് മഞ്ഞൾ, മല്ലി, മുളക് ഇതിൻ്റെ പൊടി ചേർത്തു കൊടുത്തു. അതുകഴിഞ്ഞ് പുളി പിഴിഞ്ഞെടുത്ത് പുളിയും വെള്ളവും ഒരുമിച്ചതിലേക്ക് ഒഴിച്ചു. അതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്തു. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിയപ്പോൾ അതിലേക്ക് നന്നായി കഴുകിയെടുത്ത മീനിൻ്റെ തല ഇട്ടുകൊടുത്തു. കറിവേപ്പില ഇല്ലാത്തതിനാലാവണം മല്ലിയിലയാണ് അരിഞ്ഞ് ചേർത്തത്. ഒടുവിൽ ആവശ്യത്തിന് ഉപ്പ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഉടൻകൊല്ലി മുളകിൻ്റെ മണവും രുചിയുമുള്ള നല്ല മീൻ കറി തയ്യാറായി കഴിഞ്ഞിരുന്നു. അവർ ഇങ്ങനെയാണ് മീനിൻ്റെ തല കറിയാക്കിയത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയായാണ് എനിക്ക് തോന്നിയത്. വട്ടയില ചെടിയുടെ ഇലകൾ നിരത്തി അതിലേക്ക് വേവിച്ചു വച്ചിരുന്ന മരച്ചീനി നിരത്തിയിട്ട് അതിനു മുകളിലേക്ക് തലക്കറി കോരിയൊഴിച്ചു. വശങ്ങളിൽ വറുത്തെടുത്ത അയലമീനും നിരത്തി വെച്ചു. ഇപ്പോൾ അവിടമാകെ ഉടൻകൊല്ലി മുളകിൻ്റെ എരിവുള്ള ഗന്ധം നിറഞ്ഞു നിന്നു. ശരിക്കും നാവിൽ വെള്ളമൂറുക എന്നത് അനുഭവിച്ച നിമിഷം ആയിരുന്നു അത്. വിളമ്പി വെച്ചതിന് ശേഷം അതിനു ചുറ്റും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അത് കഴിച്ചത്. പാചകം എനിക്കറിയാത്ത ഒരു കാര്യമാണ്. എന്നാലും എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ആരോടെങ്കിലുമൊക്കെ അതിൻ്റെ ചേരുവകളും അതുണ്ടാക്കുന്ന രീതിയും ഒക്കെ ചോദിച്ച് അത്യാവശ്യം സമയമെടുത്ത് ഞാനത് തയ്യാറാക്കും. അതുപോലെ ഇന്നിപ്പോൾ അവർ മീനിൻ്റെ തല കറി വയ്ക്കുന്നത് നോക്കി അതും പഠിച്ചു. ഉടൻകൊല്ലി മുളക് തന്നെയാണ് ഈ തലക്കറിയെ ഇത്രയും രുചികരമാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരു ദിവസം എനിക്കും സ്വന്തമായി ഇതേ രീതിയിൽ മീനിൻ്റെ തല കറിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ നിങ്ങളും ഇതേ രീതിയിൽ ഒരു ചൂരമീനിൻ്റെ തല കറി വയ്ക്കൂ. അതുപോലെ ആദ്യമായാണ് ഇങ്ങനെയൊരു വീഡിയോയും ചെയ്യുന്നത്. അത് എത്രമാത്രം ശരിയായി എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി.